അപ്പോൾ അടുത്തന്നെ ശ്രദ്ധിക്കുക, നമ്മൾ കളർ കോഡ് ഓഫ് റെസിസ്റ്റർ ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ റെസിസ്റ്റർ എന്നുള്ള പ്രോപ്പർട്ടി ഒക്കെ പറഞ്ഞു. ഇനി നമ്മൾ പല ഇലക്ട്രോണിക് സർക്യൂട്ടിൽ നമ്മൾ റെസിസ്റ്റേഴ്സ് കണ്ടിട്ടുണ്ടാവും അല്ലേ? റെസിസ്റ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടോ? ഇലക്ട്രോണിക് സർക്യൂട്ടിൽ ഇതേപോലത്തെ ഒരു സംഭവം ഉണ്ടാവും. ഒരുപാട് കളർ ബാൻഡിൽ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പ് ഇതേപോലത്തെ കളേഴ്സ് ഉണ്ടാവും. ഇതിനെ നമ്മൾ സാധാരണ റെസിസ്റ്റർ എന്ന് പറയും അല്ലേ? അതേപോലെ തന്നെ ചിലപ്പോൾ അത് ഇങ്ങനത്തെ ഷേപ്പ് ഉണ്ടായിരിക്കാം അല്ലേ? സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും, ഇതേപോലത്തെ കളേഴ്സ് ഉണ്ടാവും അല്ലേ? ഇതിനെ നമ്മൾ ഇത് നിങ്ങൾ പല ഇലക്ട്രോണിക് ഇപ്പോൾ റിമോട്ട് കൺട്രോളറോ അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഇലക്ട്രോണിക് സർക്യൂട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. റിമോട്ട് കൺട്രോൾ അല്ലെങ്കിൽ മദർ ബോർഡ് അങ്ങനത്തെ സംഭവമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എപ്പോഴും ഇങ്ങനത്തെ കളർ ബാൻഡുകൾ കാണാം. അത് ശരിക്കും റെസിസ്റ്റർ ആണ്. അതിന് നമ്മൾ എന്താ പറയുക, കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കളറിനും ഓരോ വാല്യൂ ഉണ്ടാവും. അപ്പോൾ ആ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾ കളർ ബാൻഡ് ഇപ്പോൾ നോക്കിയാൽ നിങ്ങൾ റിമോട്ട് കൺട്രോൾ അങ്ങനെ പൊട്ടി ഏതെങ്കിലും ഇലക്ട്രോണിക്സ് എക്യുപ്മെൻറ്റ്സിൽ അകത്ത് നോക്കിയാൽ മനസ്സിലാവും ഈ കളേഴ്സ് ഉള്ള സാധനങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും സിലിണ്ട്രിക്കൽ ഷേപ്പിലുള്ള. അപ്പോൾ ഇതിൻ്റെ ഓരോ കളറിനും ഓരോ വാല്യൂ ഉണ്ട്. അത് അറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാണ് കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ ഇലക്ട്രോണിക് സർക്യൂട്ടിൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്? റെസിസ്റ്റൻസിൻ്റെ ഡ്യൂട്ടി എന്താണ് ശരിക്കും? വിച്ച് ഒപ്പോസസ് ദ ഫ്ലോ ഓഫ് കറണ്ട് ത്രൂ ഇറ്റ്. അപ്പോൾ ആ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ ഒപ്പോസിലാണ് ആരുടെ ഡ്യൂട്ടി? റെസിസ്റ്റൻസിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ കറണ്ടിനെ ഒപ്പോസ് ചെയ്യാൻ വേണ്ടി എന്തിനാണ് റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുന്നത്? പക്ഷെ നമുക്കറിയാം ഓവർഫ്ലോ പോയാൽ ഇപ്പോൾ നമുക്ക് ഒരു പ്രത്യേകിച്ച് നമ്മളൊരു സർക്യൂട്ട് ഉണ്ടാക്കിയാൽ അതിന് ചിലപ്പോൾ 2 ആംപിയർ ആവശ്യം. പക്ഷെ അതിൽ കൂടുതൽ കറണ്ട് ഫ്ലോ ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യും? ആ സർക്യൂട്ട് ചിലപ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ കറണ്ടിന് എന്ത് ചെയ്യണം? കൺട്രോൾ ചെയ്യണം. കറണ്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ റെസിസ്റ്റൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിട്ട് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യാൻ നമുക്ക് എത്ര റെസിസ്റ്റൻസ് വേണമെന്ന് അറിയണം. അതിനാണ് ഈ കളർ കോഡ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യം ഞാൻ ആ കളർ കോഡുകൾ എഴുതാം. അപ്പോൾ ആദ്യം വരുന്ന എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് കളറാണ്, കളർ. പിന്നെ അതേപോലെ തന്നെ അടുത്തത് ശരിക്ക് നമ്പറാണ്. അടുത്തത് നമ്പർ. മൂന്നാമത്തെ കോളത്തിൽ മൾട്ടിപ്ലയർ വരും, മൾട്ടിപ്ലയർ. നാലാമത്തെ കോളത്തിൽ ടോളറൻസ് വരും. പിന്നെ ഇത് ഓരോന്ന് ഞാൻ പറയാം എന്താ സംഭവം എന്ന്. അപ്പോൾ കളർ ശരിക്കും ഇവിടെ ബ്ലാക്ക്, ഫസ്റ്റ് ബ്ലാക്ക്. ബ്രൗൺ, റെഡ്, ഓറഞ്ച്. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, ഗ്രീൻ, യെല്ലോ. സോറി, ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ. ബ്ലാക്ക്, ബ്രൗൺ, റെഡ്, ഓറഞ്ച്, യെല്ലോ, ഗ്രീൻ, ബ്ലൂ, വയലറ്റ്, ഗ്രേ, വൈറ്റ്. അപ്പോൾ ഇതാണ് കളേഴ്സ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ കളേഴ്സ് ഇതേ ഓർഡറിൽ പഠിക്കണം. ഓരോ കളറിനും ഓരോ നമ്പർ ഉണ്ട്. ആ നമ്പർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ വെച്ചാൽ ആദ്യം ബ്ലാക്കിന് 0 വരും. 0, 1, 2, 3, 4, 5, 6, 7, 8, 9. അപ്പോൾ ബ്ലാക്കിൻ്റെ നമ്പർ എപ്പോഴും എത്രയായിരിക്കും? ഫസ്റ്റ് കളർ ബ്ലാക്ക്, ബ്ലാക്ക് 0, ബ്രൗൺ 1, റെഡ് 2, ഓറഞ്ച് 3, യെല്ലോ 4, ഗ്രീൻ 5, ബ്ലൂ 6, വയലറ്റ് 7, ഗ്രേ 8, വൈറ്റ് 9. അപ്പോൾ ഈ കളർ അങ്ങോട്ടോട്ട് മാറാൻ പാടില്ല. ഇതാണ് ആ കളറിൻ്റെ ഓർഡർ, ഇതാണ് അതിൻ്റെ നമ്പർ. ശരിയല്ലേ? ഇനി മൾട്ടിപ്ലയർ എന്ന് പറയുമ്പോൾ 10 എഴുതിയാൽ മതി. അപ്പോൾ ആദ്യത്തേന് 10 വരും, അടുത്തത് 10 വരും, അടുത്തത് 10 വരും, അടുത്തത് 10 അടുത്തത് 10 അടുത്തത് 10 അടുത്ത 10 10 10 10 ഇതാണ് അടുത്ത കോളത്തിൽ. അപ്പോൾ മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞ സംഭവം എന്ത് വരും? ആദ്യം 10 10 അതുവരെ 10 വരെ എഴുതാം. ഇനി ടോളറൻസ് എന്ന് പറഞ്ഞാൽ ലാസ്റ്റ്. അത് ഗോൾഡ് ആണെങ്കിൽ ±5% എന്ന് എഴുതും. സിൽവർ ആണെങ്കിൽ ±10% എന്ന് എഴുതും. നോ കളർ ആണെങ്കിൽ ±20% എഴുതും.
അപ്പോൾ അതൊന്ന് കണ്ട് കൺഫ്യൂഷൻ വേണ്ടത്, പഠിക്കാൻ എളുപ്പമാണ്. ഇതാണ് കളറുകൾ. അപ്പോൾ ഈ കളർ എഴുതാനൊരു ഓർഡർ ഉണ്ട്. നമ്മൾ സാധാരണ ഒരു കോഡ് ഉപയോഗിക്കുന്നത് BB റോയ്, BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ്, വെരി ഗുഡ് വൈഫ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണ് ആ കളർ എഴുതാനുള്ള ഓർഡർ. കാരണം കളറിന് ഓരോ നമ്പേഴ്സിന് ആ നമ്പേഴ്സ് അറിഞ്ഞാലേ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കളർ എഴുതാനുള്ള ഒരു കോഡാണ്. ഈ ക്യാപ് ലെറ്റർ മാത്രം നോക്കിയാൽ മതി. BB റോയ്, ഫസ്റ്റ് B ബ്ലാക്ക്, ബ്ലാക്ക്, B നെക്സ്റ്റ് B ബ്രൗൺ. ശ്രദ്ധിക്കണം, 2 B വരുന്നുണ്ട്. ആദ്യത്തെ B എപ്പോഴും ബ്ലാക്ക് ആണ്. അപ്പോൾ ബ്ലാക്ക് ബ്രൗൺ അല്ലേ. ഇനി റോയില് 6 റെഡ് ഓറഞ്ച് യെല്ലോ. പിന്നെ ഈ G മാത്രമേ നോക്കാൻ പാടുള്ളൂ. ഗ്രേറ്റിലെ ക്യാപ് ലെറ്റർ G ഗ്രീൻ, ബ്രിട്ടനിലെ B ബ്ലൂ, വെരിയിലെ V വയലറ്റ്, ഇത് ഗുഡിലെ ഗ്രേ, ഇത് വൈറ്റ്. അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ തെറ്റിപ്പോകാൻ സാധ്യതയുള്ള 2 കളേഴ്സ് 2 നമ്പേഴ്സ് ഒരുമിച്ച് വരുന്നുണ്ട്. ഒന്ന് BB. അപ്പോൾ ആദ്യം ബ്ലാക്ക് ദെൻ ബ്രൗൺ, പിന്നെ ആദ്യത്തെ ഗ്രീൻ ആണ്, പിന്നെയാണ് ഗ്രേ വരിക. ഫസ്റ്റ് ഗ്രീൻ ദെൻ ഗ്രേ. അപ്പോൾ ഈ കളറിൻ്റെ ഓർഡർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എഴുതാം. അപ്പോൾ ആ കോഡ് പഠിച്ചാൽ മതി. BB റോയ്, ബ്ലാക്ക് ബ്രൗൺ, റോയ് റെഡ് ഓറഞ്ച് യെല്ലോ, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ്. ഇതാണ് അതിൻ്റെ ഓർഡർ. BB റോയ്, ഗ്രേറ്റ് ബ്രിട്ടൻ, വെരി ഗുഡ് വൈഫ്. അപ്പോൾ ആ ഓർഡറിൽ നിങ്ങൾ എഴുതുക. ഓർഡർ എഴുതി കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളെ പണി കഴിഞ്ഞു. അടുത്ത കോളത്തിൽ എന്ത് എഴുതിയാൽ മതി? നമ്പേഴ്സ് 0 മുതൽ 9 വരെ അങ്ങോട്ട് എഴുതിയാൽ മതി. ഇത് എഴുതാനുള്ള, ഈ ഓർഡർ പഠിക്കാനുള്ള ബുദ്ധിമുട്ട്. ഈ ഓർഡർ ആ കോഡ് ഉപയോഗിച്ച് അങ്ങോട്ട് എഴുതുക. ക്ലിയർ? അതിനുശേഷം നമ്പർ 0 മുതൽ 9 വരെ എഴുതുക. അടുത്തത് മൾട്ടിപ്ലയർ 10⁻0 മുതൽ 10⁻9 വരെ എഴുതുക. അടുത്തത് ഗോൾഡ്, സിൽവർ, നോ കളർ. ഇനി ഞാനിത് കണ്ടുപിടിക്കൽ എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ ഞാൻ പറഞ്ഞ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവുക. ഇങ്ങനെയാണ് റെസിസ്റ്റർ ഉണ്ടാവുക അല്ലേ. ഇങ്ങനെയാണ് റെസിസ്റ്ററിന്റെ ചിത്രം എക്സാമിന് തരിക. അല്ലെങ്കിൽ നിങ്ങൾ സർക്യൂട്ട് നോക്കിയാൽ മനസ്സിലാവും, സിലിണ്ട്രിക്കൽ ഷേപ്പ് ആയിരിക്കും. ഇയാൾക്ക് 4 ബാൻഡ് ഉണ്ടാവും. നിങ്ങൾ നോക്കുക, ഏതെങ്കിലും ഇലക്ട്രോണിക് സർക്യൂട്ട് എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ഒരു കളർ ബാൻഡ് എടുത്ത് നോക്കിയാൽ മതി. സാധാരണ 4 ബാൻഡ് ഉണ്ടാവും. 3 ബാൻഡുകൾ അടുത്തടുത്ത് വരും, 1 കുറച്ച് അകലെയായിരിക്കും. നോക്കിയാൽ മനസ്സിലാവും, 4 ബാൻഡ് ഉണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ കാണിച്ച ചിത്രം പറഞ്ഞ പോലെ തന്നെ എന്താ, ഇതേപോലെയാണ് വരിക അല്ലേ. ഇതേപോലെയാണ് ഒരു റെസിസ്റ്റർ ഉണ്ടാവുക. ഇതാണ് സാധാരണ ഒരു റെസിസ്റ്റർ. അപ്പോൾ ഇത് നോക്കുന്ന സമയത്താണല്ലോ, ഇത് ഫസ്റ്റ് കളർ 4 ബാൻഡുകളാണുള്ളത്. ഇത് ശരിക്കും യെല്ലോ ആണ്. ഫസ്റ്റ് കളർ യെല്ലോ, അടുത്തത് വയലറ്റ് ആണ്, പിന്നെ ഓറഞ്ച് ഉണ്ട്, പിന്നെ ഗോൾഡും വരുന്നുണ്ട്. ഇതാണ് വരെ കളേഴ്സ്. അപ്പോൾ ഈ കളേഴ്സ് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ സാധാരണ റെസിസ്റ്ററിൽ 4 ബാൻഡുകൾ ഉണ്ടാവുക അല്ലേ. ഇത് സാധാരണ 1 2 3 4. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ റെസിസ്റ്ററിന്റെ നമ്മൾ കളർ കോഡ് നോക്കുമ്പോൾ എപ്പോഴും 4 ബാൻഡുകൾ ഉണ്ടാവും. 1 2 3 4. ഈ 1 നിങ്ങൾ എപ്പോഴും എടുക്കേണ്ടത് ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ എന്ന് പറയാം. ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ. ഞാൻ പറയാം എന്താ സംഭവം എന്ന്. രണ്ടാമത്തെ ബാൻഡ് നിങ്ങൾ എടുക്കേണ്ടത് സെക്കൻഡ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ. സെക്കൻഡ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ. മൂന്നാമത്തെ നിങ്ങൾ എടുക്കേണ്ടത് മൾട്ടിപ്ലയർ ആണ്. മൾട്ടിപ്ലയർ ഓർ നമ്പർ ഓഫ് സീറോസ് എന്ന് പറയാറുണ്ട്. മൾട്ടിപ്ലയർ ഓർ നമ്പർ ഓഫ് സീറോസ്. ഇനി ഫോർത്ത് ബാൻഡ് നിങ്ങൾ എടുക്കേണ്ടത് ടോളറൻസ് ആണ്. ടോളറൻസ്. ഈ ടോളറൻസ് എന്താന്ന് വെച്ചാൽ വേരിയേഷൻ ആണ്. ഇപ്പം നിങ്ങളൊരു 100 ഓം റെസിസ്റ്റർ ഉണ്ടാക്കി ഇനിയായിരിക്കും. ആ 100 ഓം കറക്റ്റ് 100 ഓം കാണിച്ചോളുന്നില്ല. അതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 5% ടോളറൻസ് ഉണ്ടെങ്കിൽ അത് 105 വരെ കാണിക്കാം, അല്ലെങ്കിൽ 95 കാണിക്കാം. ഇപ്പം നിങ്ങൾ ഉണ്ടാക്കിയ റെസിസ്റ്റൻസ് ഒരു 100 ഓം ആണെന്നായിരിക്കാം. അതിന് 5% ടോളറൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നിങ്ങൾക്ക് 95 മുതൽ 105 വരെ യൂസ് ചെയ്യാൻ പറ്റും. കാരണം +5 ആണെങ്കിൽ 105, -5 ആണെങ്കിൽ 95. അപ്പോൾ 100 ഓം റെസിസ്റ്ററിന്റെ വാല്യൂസ് 95 മുതൽ 105 വരെ വാരി ചെയ്യുന്ന അർത്ഥം. അത് കാണിക്കാനാണ് ഈ ടോളറൻസ്. ടോളറൻസിന്റെ മീനിങ് എന്ന് വെച്ചാൽ പെർസെൻറ്റേജ് വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ്. അപ്പോൾ തന്ന റെസിസ്റ്റൻസിലെ പെർസെൻറ്റേജ് വേരിയേഷൻ ആണ്. പെർസെൻറ്റേജ് വേരിയേഷൻ ഇൻ റെസിസ്റ്റൻസ്. ക്ലിയർ? അപ്പോൾ 1-2 എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും. കാരണം ഇത് വളരെ ഈസിയാണ്. അപ്പോൾ കളർ കോഡ് ഓഫ് റെസിസ്റ്റർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കളർ എഴുതാൻ ആദ്യം പഠിക്കുക. എന്താണ്? BB റോയ് അല്ലേ, ബ്ലാക്ക് ബ്രൗൺ റെഡ് ഓറഞ്ച് യെല്ലോ മുതൽ വൈറ്റ് വരെ. അതിന് ആ കോഡ് പഠിച്ചാൽ മതി. ആ കോഡ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ആദ്യത്തെ B ബ്ലാക്ക്, അടുത്തത് ബ്രൗൺ, പിന്നെ ഇവിടെ വരുന്നത് ഗ്രീന്, ഇവിടെയാണ് ഗ്രേ വരുന്നത് അല്ലേ. ആ ഓർഡർ കറക്റ്റ് പഠിക്കുക. ഇനി ആ നമ്പേഴ്സ് നിങ്ങൾ ഓർക്കുക, 0 മുതൽ 9 വരെ. അടുത്ത മൾട്ടിപ്ലയർ നിങ്ങൾ എഴുതി, എല്ലാത്തിനും 10⁻0, 10⁻1, 10⁻9 വരെ. പിന്നെ ടോളറൻസ്. ടോളറൻസ് വരുമ്പോൾ ഈ ഒരു 3 സംഭവമാണ് വരിക അല്ലേ. ഇത് നിങ്ങൾ പഠിച്ചു.
ഇനി നിങ്ങൾക്ക് ഒരു കളർ തന്ന എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു സാധാരണ ഒരു റെസിസ്റ്റർ, ഇപ്പം ഇതാണ് ഒരു റെസിസ്റ്റർ തന്നെങ്കിൽ ഇയാളിൽ 4 ബാൻഡുകളാണ് ഉണ്ടാവുക. ആദ്യത്തെ 3 ബാൻഡ് അടുത്തടുത്തായിരിക്കും, 4ാമത്തെ ബാൻഡ് കുറച്ച് അകലെയായിരിക്കും. അപ്പോൾ ആദ്യത്തെ ബാൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? ഫസ്റ്റ് നമ്പറാണ്, ഫസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ. അപ്പോൾ ആദ്യത്തെ ബാൻഡിന് നിങ്ങൾ എഴുതേണ്ടത് അയാളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറാണ്. രണ്ടാമത്തെ ബാൻഡിന് നിങ്ങൾക്ക് എഴുതേണ്ട അയാളെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പറാണ്, സെക്കൻഡ് സിഗ്നിഫിക്കൻറ്റ് നമ്പർ അല്ലേ. ഇനി മൂന്നാമത്തെ ബാൻഡിന് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? മൾട്ടിപ്ലയർ അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറോസ് ആണ്. 4ാമത്തെ ടോളറൻസ്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു എക്സാമ്പിൾ ഞാൻ എടുത്തു. നിങ്ങൾക്ക് എന്നാൽ കളേഴ്സ് ഇതാന്ന് വിചാരിക്കാം. റെഡ്, ഗ്രീൻ, പിന്നെ അതേപോലെ തന്നെ വയലറ്റ്, ഗോൾഡ് ആന്ന് വിചാരിക്കാം. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് ഒരു കളേഴ്സ് തന്നത്. എന്നിട്ട് ഇയാളെ റെസിസ്റ്റൻസ് എഴുതാൻ പറയും. അപ്പോൾ ശ്രദ്ധിക്കുക, റെഡ് ഞാൻ പറഞ്ഞു 4 ബാൻഡുകളാണ് ഉണ്ടാവുക. റെഡ്, ഗ്രീന്, വയലറ്റ്. 4ാമത്തെ ബാൻഡ് എപ്പോഴും ടോളറൻസ് ആയിരിക്കും, വേറെ ഒരു കളറും വരില്ല. 4ാമത്തെ ബാൻഡ് എപ്പോഴും ആരേ ഉണ്ടാവുള്ളൂ? ടോളറൻസേ വരുള്ളൂ. അപ്പോൾ റെഡിന് നിങ്ങൾ നോക്കുക, റെഡിന് ആദ്യത്തെ നമ്പർ, റെഡിൻ്റെ നമ്പർ എത്രയാണ്? റെഡിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എഴുതുക 2. റെഡിൻ്റെ നമ്പർ 2. ക്ലിയർ. ഇനി ഗ്രീനിൻ്റെ നമ്പർ, രണ്ടാമത്തേന് നമ്പറാണ് എഴുതേണ്ടത്. ഗ്രീനിൻ്റെ നമ്പർ 5, 2, 5. ഇനി അതിന് ശേഷം ശ്രദ്ധിക്കണം, മൂന്നാമത്തെ ബാൻഡ് എന്താണ്? മൾട്ടിപ്ലയർ ആണ് എഴുതേണ്ടത്. മൾട്ടിപ്ലയർ എത്രയാണ്? വയലറ്റിന് എത്രയാണ് വരിക? 7 എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലയർ എത്രയാണ്? 10⁻⁷. അപ്പോൾ നിങ്ങൾ ഇൻറ്റു 10⁻⁷. ഇനി അയാളുടെ ടോളറൻസ് എത്രയാണ്? ഗോൾഡ് ആണ്. ഗോൾഡ് വരുമ്പോൾ എത്ര എഴുതാ? 5% ഓം. ഇതാണ് അയാളുടെ റെസിസ്റ്റൻസ് വാല്യൂ. അപ്പോൾ നിങ്ങൾക്ക് എന്നുള്ള കളർ കോഡ് തന്നു കഴിഞ്ഞാൽ അയാളുടെ റെസിസ്റ്റൻസ് വാല്യൂ എഴുതാൻ പറഞ്ഞാൽ റെഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 2, ഗ്രീനിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 5, ഇനി ഇൻറ്റു വയലറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 10⁻⁷ എഴുതാം. അല്ലെങ്കിൽ അതാണ് പറഞ്ഞത് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറോസ്. ഒന്നില്ലെങ്കിൽ 10⁻⁷ എഴുതാം, അല്ലെങ്കിൽ 7 സീറോസ് ഇട്ടാലും മതി അല്ലേ. കാരണം 10⁻⁷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 സീറോസ് എഴുതിയാലും മതി, രണ്ടും സെയിം ആണ്. ±5% ഓം വരും. ക്ലിയർ. ഇനി അടുത്തത് ശ്രദ്ധിക്കുക, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് തന്നുള്ളത് 34 ഇൻറ്റു 10⁻⁶ ±10% ഓം. ഇങ്ങനെ ഒരു റെസിസ്റ്റൻസ് ആണ് നിങ്ങൾക്ക് തന്നതെന്ന് വിചാരിക്കുക. അവർ എഴുതിയിട്ടുള്ള വാല്യൂ എത്രയാണ്? 34 ഇൻറ്റു പിന്നെ 10⁻⁶ ±10% ഓം. ഇതിന്ന് കളർ എഴുതാൻ പറയും. 2 ക്വസ്റ്റ്യൻ ചോദിക്കും, ഒന്നുകിൽ കളർ തന്നിട്ട് റെസിസ്റ്റൻസ് എഴുതാൻ പറയും, അല്ലെങ്കിൽ റെസിസ്റ്റൻസ് തന്നിട്ട് കളർ എഴുതാൻ പറയും. അപ്പോൾ 34 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ഏതാ? ഓറഞ്ച്. അപ്പോൾ ഇതിൻ്റെ കളേഴ്സ് എഴുതാൻ പറഞ്ഞാൽ 3 കറസ്പോണ്ടിങ് ആയിട്ട് ഓറഞ്ച്. ഇനി 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ യെല്ലോ. 4 കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ യെല്ലോ അല്ലേ. ഇനി 10⁻⁶ മൾട്ടിപ്ലയർ വരുന്ന കളർ, 10⁻⁶ മൾട്ടിപ്ലയർ വരുന്ന കളർ ബ്ലൂ. അപ്പോൾ ഓറഞ്ച്, യെല്ലോ, ബ്ലൂ. ശരിയല്ലേ. ഇനി 10% ആണ് ഇയാൾ ടോളറൻസ്. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഉണ്ടാക്കിയ റെസിസ്റ്റൻസിൽ പെർസെൻറ്റേജ് വേരിയേഷൻ 10 ആണ്. അപ്പോൾ 10 വരുമ്പോൾ ആര് വരും? സിൽവർ വരും. ക്ലിയർ. അപ്പോൾ എളുപ്പമാണ് ഈ കളർ കോഡ് പഠിച്ച് നമുക്ക് ഈസി ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും അല്ലേ. 4 ബാൻഡ്സ് ആണ് സാധാരണ ഉണ്ടാവുക അല്ലേ. 1-2 എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ നിങ്ങൾ ക്ലിയർ ആവും. അടുത്ത എക്സാമ്പിൾ ഞാൻ എഴുതിയത് ബ്ലൂ, ബ്ലാക്ക്, ഗോൾഡ്. ഇതാണ് നിങ്ങൾക്ക് തന്ന കളേഴ്സ് എന്ന് വിചാരിക്കുക. ബ്ലൂ, ബ്ലാക്ക്, ഗോൾഡ്. ഇയാളെ റെസിസ്റ്റൻസ് എഴുതാൻ പറഞ്ഞാൽ ബ്ലൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ, ആദ്യത്തെ കളറിന് നമ്പർ, ബ്ലൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഇതായിരിക്കും ബ്ലൂ, 6 വരും. ശരിയല്ലേ, 6. ഇനി ബ്ലാക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ആണ് എഴുതേണ്ടത്. ബ്ലാക്കിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ 0 അല്ലേ. ഇനി ഇൻറ്റു, ഇനി മൂന്നാമത്തെ ബാൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് മൾട്ടിപ്ലയർ ആണ്. ബ്ലാക്കിന്റെ മൾട്ടിപ്ലയർ എത്രയാണ്? 10⁻�0 ആണ് അല്ലേ. 10⁻�0. ഇനി ±5%. എന്താണ് ഈ 10⁻�0ന്റെ വാല്യൂ? 10⁻�0ന്റെ വാല്യൂ എത്രയാണ്? 1 അല്ലേ. ശ്രദ്ധിക്കണം, ഇവിടെ ബ്രൗൺ വരികയാണെങ്കിൽ 10⁻1 ആണ് വരിക. അപ്പോൾ അത് തെറ്റിപ്പോയത്. 10⁻�0ന്റെ വാല്യൂ എത്ര തന്നെയാണ്? 1 ആണ്. അപ്പോൾ എത്ര കിട്ടും ആൻസർ? 60 ±5% ഓം. ഇതാണ് അയാളുടെ റെസിസ്റ്റൻസ് വാല്യൂ. മനസ്സിലാവുന്നുണ്ടോ? ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അടുത്ത എക്സാമ്പിൾ ഞാൻ പറയുന്നത് ഇപ്പം ഇങ്ങനെയാണെന്ന് തോന്നിയായിരിക്കാം നിങ്ങൾക്ക്. 2700 ±20% ഓം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നു വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇത് നമ്പർ ഓഫ് സീറോസ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക? ഇതിനെങ്ങനെ എഴുതാം?
27 ഇൻറ്റു 10⁻³ എഴുതി കൂടെ 27 ഇൻറ്റു 10⁻³ പ്ലസ് ഓർ മൈനസ് 20% ഓം. അപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ റെഡ് വരും. ശരിയല്ലേ? റെഡ് 2ന് കറസ്പോണ്ടിങ് ആയിട്ട് റെഡ്. ഇനി 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ വയലറ്റ് ആണ്. 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ വയലറ്റ് വരും. ശരിയല്ലേ? ഇനി 10⁻³ മൾട്ടിപ്ലയർ വരുന്നത് ഓറഞ്ച്. ഇനി പ്ലസ് ഓർ മൈനസ് 20% എന്ന ലാസ്റ്റ് ബാൻഡ് കളർ ഉണ്ടാവില്ല. അപ്പോഴാണ് ഈ ലാസ്റ്റ് 4ാമത്തെ ബാൻഡ് കളർ ഇല്ലെങ്കിലാണ് നമ്മൾ നോ കളർ എന്ന് പറയുക. സിൽവറും ഗോൾഡും വന്ന ഈ നമ്പർ എടുക്കണം. കളറൊന്നും ഇല്ലെങ്കിൽ നോ കളർ. 20% ആയിരിക്കും അവരെ എന്ത് ടോളറൻസ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കളേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഒരു എക്സാമ്പിൾ കൂടി ഞാൻ പറയാം. ഇപ്പം നിങ്ങൾക്ക് തന്നിട്ടുള്ള വാല്യൂ ഇപ്പോൾ ഇത് വന്നു നോക്കാം. 9.6 ഇൻറ്റു 10⁻⁴ പ്ലസ് ഓർ മൈനസ് 5% ഓഫ്. ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നത് കേൾക്കുക. 9.6 ഇൻറ്റു 10⁻⁴ പ്ലസ് ഓർ മൈനസ് 5% ഓഫ്. അപ്പോൾ നിങ്ങൾ ആ ഫോർമുലയിലേക്ക് മാറ്റണം. കാരണം 9.6 അല്ല നമ്മൾ നോക്കേണ്ടത്, 96ലേക്ക് മാറ്റണം. അപ്പോൾ എന്ത് വരും? 96 ഇൻറ്റു 10⁻⁵ എത്രയാണ് വരിക? 96 ഇൻറ്റു 10⁵5 അല്ല വരിക. 96 ഇൻറ്റു 10⁵5 അല്ലേ? അപ്പോൾ 96 ഇൻറ്റു 10⁻³ വരും അല്ലേ? 96 ഇൻറ്റു 10⁻³ പ്ലസ് ഓർ മൈനസ് 5% ഓം. ക്ലിയർ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 9ൻ്റെ കളർ നോക്കുക. 9ൻ്റെ കളർ വൈറ്റ് വരും അല്ലേ? 6ൻ്റെ കളർ ബ്ലൂ വരും. പിന്നെ 10⁻³ ആരാണ്? ഓറഞ്ച് ആവും അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ശ്രദ്ധിക്കണം. ചിലപ്പോൾ എന്ത് വരാറുണ്ട്? ഇങ്ങനെയൊക്കെ തരാറുണ്ട്. അപ്പോൾ 0.92 അല്ലേ ഇൻറ്റു 10⁻³ ഒക്കെ തരാം. അപ്പോഴൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ? 92ലേക്ക് മാറ്റിയാൽ മതി, എന്നിട്ട് എഴുതിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ശ്രദ്ധിക്കണം. ആദ്യത്തെ ബാൻഡ് കറക്റ്റ് നമ്പർ എഴുതുക, രണ്ടാമത്തെ ബാൻഡും കറക്റ്റ് നമ്പർ എഴുതുക, മൂന്നാമത്തത് മൾട്ടിപ്ലയർ അല്ലെങ്കിൽ നമ്പർ ഓഫ് സീറോസ് എഴുതുക, ലാസ്റ്റ് ടോളറൻസ്. ടോളറൻസ് എന്നാൽ നിങ്ങൾ ഉണ്ടാക്കിയ റെസിസ്റ്റൻസിന്റെ വേരിയേഷൻ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ കളർ കോഡ് ഓഫ് റെസിസ്റ്റേഴ്സ് പറഞ്ഞു. അടുത്തത് കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് ആണ്. ഈ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, അതേപോലെ തന്നെ പാരലായിട്ടും കണക്ട് ചെയ്യാം. അതിനെ നമ്മൾ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ്. ഫസ്റ്റ് നമ്മൾ സീരീസ് കോമ്പിനേഷൻ ആണ് പറയുന്നത്. സോ ഫസ്റ്റ് നമ്മൾ റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ സീരീസ് കോമ്പിനേഷൻ. സീരീസ് അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് ആണ് ഞാൻ ചെയ്യുന്നത്. എത്ര റെസിസ്റ്റേഴ്സ് വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി 3 റെസിസ്റ്റേഴ്സ് എടുക്കുകയാണ്. നമ്മുടെ സാധാരണ ഇതാണ് റെസിസ്റ്റൻസിന്റെ സിമ്പൽ അല്ലേ? ഇങ്ങനെ ഒരു സംഭവം വരച്ചാൽ ഇതാണ് റെസിസ്റ്റേഴ്സിന്റെ സിമ്പൽ. അപ്പോൾ ആദ്യം റെസിസ്റ്റേഴ്സിന് ആരാണ്? സീരീസ് കോമ്പിനേഷൻ. അപ്പോൾ ഞാൻ 3 റെസിസ്റ്റേഴ്സ് ഈ റെസിസ്റ്റൻസ് R1, R2, R3 ശരിയല്ലേ? 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അവരെ റെസിസ്റ്റൻസ് ആണ് R1, R2, R3. സീരീസ് ആണ്. ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ സീരീസ് കണക്ഷൻ എന്ന് പറയാം. ഒന്ന് അടുത്തത് ഇങ്ങനെ കണക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് എന്ത് കണക്ഷൻ എന്ന് പറയാം? സീരീസ് കണക്ഷൻ. ഒരു കണക്ട് ചെയ്തിട്ടുണ്ട്, അതിനുശേഷം ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബാറ്ററീൻ്റെ വോൾട്ടേജ് ആണ് V. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ബാറ്ററി ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ കറണ്ട് സാധാരണ ഇതിലൂടെ പാസ് ചെയ്യാൻ തുടങ്ങും അല്ലേ? പിന്നെ ഈ കറണ്ട് ഇതേപോലെ തന്നെയാണ് പാസ് ചെയ്യുക. കാരണം കറണ്ടിന് വേറെ ബ്രാഞ്ചസ് ഒന്നുമില്ല. കാരണം ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കറണ്ട് ഇങ്ങനെ തന്നെയാണ് പോവുക. ശരി, കറണ്ടിനെ ഇയാൾ ഒപ്പോസ് ചെയ്യും അല്ലേ? കറണ്ട് ഫ്ലോ ചെയ്യുമ്പോഴേ റെസിസ്റ്റൻസ് ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ആദ്യം തന്നെ നമ്മൾ ഈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ സംഭവം മെറ്റീരിയൽ ഉണ്ടായിരിക്കും. എപ്പോഴാണ് റെസിസ്റ്റൻസ് ആക്റ്റീവ് ആവുക? അതിൻ്റെ അകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഇയാൾ റെസിസ്റ്റൻസ് ആക്റ്റീവ് ആവുള്ളൂ. അപ്പോൾ ഇതിൻ്റെ അകത്ത് കറണ്ട് പാസ് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഇവിടെ റെസിസ്റ്റൻസ് ആയിട്ട് ഉണ്ടാവുക അല്ലേ? അയാൾ ആ പ്രോപ്പർട്ടി കാണിക്കാൻ തുടങ്ങുക. പിന്നെ ഈ കറണ്ടിനെ സ്പ്ലിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിലൂടെ തന്നെയാണ് കറണ്ട് പോകുക. കാരണം ഇതിലൂടെ കറണ്ട് പോകും, ഇതിലൂടെ ഇങ്ങനെ കറണ്ട് പോകും. ദാറ്റ് മീൻസ് കറണ്ട് ഇതിലൂടെ സെയിം ആയിട്ട് പാസ് ചെയ്യും. കറണ്ട് പാസിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് എന്താണ്? സെയിം ആയിരിക്കും. കറണ്ട് പാസിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇതിൻ്റെ ഇടയ്ക്കുള്ള ആര് ഡിഫറെൻ്റ് ആയിരിക്കും? വോൾട്ടേജ്. കാരണം ഇപ്പം നിങ്ങളൊരു 10 വോൾട്ട്, ഇപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് നമ്മൾ എപ്പോഴും വോൾട്ടേജ് 2 പോയിന്റ് ഇടയ്ക്കാണ് കാണുന്നത് അല്ലേ? അപ്പോൾ അതിന് നമ്മൾ വോൾട്ട് മീറ്റർ നമ്മൾ ഇനി അടുത്ത് പഠിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വോൾട്ടേജ് കാണണമെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം.
അല്ലേ? ഇതിൻ്റെ ഇടയ്ക്ക് കാണണമെങ്കിൽ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം, ഇതിൻ്റെ ഇടയ്ക്ക് കാണണമെങ്കിൽ ഇവിടെ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം, ശരിയല്ലേ? അപ്പോൾ വോൾട്ട് മീറ്റർ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ അമ്മീറ്റർ എപ്പോഴും സർക്യൂട്ടിൽ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു അമ്മീറ്റർ കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ സർക്യൂട്ടിലൂടെ മൊത്തം കറണ്ട് കാണാൻ പറ്റും, ശരിയല്ലേ? പക്ഷെ വോൾട്ട് മീറ്റർ എപ്പോഴും നമ്മൾ എങ്ങനെയാണ് കണക്ട് ചെയ്യുക? വോൾട്ട് മീറ്റർ എപ്പോഴും നമ്മൾ പാരലായിട്ടാണ് കണക്ട് ചെയ്യുക, 2 പോയിന്റ് ഇടയ്ക്ക്. ഇപ്പം നിങ്ങളൊരു 10 വോൾട്ട് കൊടുത്തു എന്ന് വിചാരിക്കുക ബാറ്ററി, ഓരോ റെസിസ്റ്ററിനും 10 വോൾട്ട് കിട്ടൂല. കാരണം ഇയാൾ കുറച്ച് വോൾട്ടേജ് എടുക്കും, V1 ഇയാൾ എടുക്കും, V2 ഇയാൾ എടുക്കും, V3 ഇയാൾ എടുക്കും. ദാറ്റ് മീൻസ് നിങ്ങൾ കൊടുത്ത വോൾട്ടേജ് ഇവർ 3 ആളും ഡിവൈഡ് ചെയ്തെടുക്കും, ശരിയല്ലേ? പക്ഷേ ഇതിലൂടെ പാസ് ചെയ്യുന്ന ആര് സെയിം ആയിരിക്കും? ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ ആദ്യം ഇയാൾക്കിടയിലുള്ള വോൾട്ടേജ് ഞാൻ V1 എടുത്തു. ഈ R1 ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ് ആര്? V1. R2 ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ് V2. R3 ഇടയ്ക്കുള്ള വോൾട്ടേജ് ആണ് V3. അപ്പോൾ ശ്രദ്ധിക്കുക, 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്, R1, R2, R3. ഇവരും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ബാറ്ററിയുമായിട്ട്, V എന്ന് പറഞ്ഞ ബാറ്ററിയുമായിട്ട്, അല്ലേ? അതിനുശേഷം ഈ സർക്യൂട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ട് പോകും. കറണ്ട് ഒറ്റ പാത്തേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ എല്ലാത്തിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും, അല്ലേ? അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് പോയിന്റ് എന്താ വെച്ചാൽ കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. അപ്പോൾ ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം, അല്ലേ? പക്ഷെ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടേം, സീരീസ് കണക്ഷൻ. അപ്പോൾ സീരീസ് ആവുമ്പോൾ എല്ലാ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും, പക്ഷെ ഓരോരുത്തർക്കിടയിലുള്ള വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾ കൊടുത്ത ടോട്ടൽ വോൾട്ടേജ് അവർ ഡിവൈഡ് ചെയ്തെടുക്കും. ദാറ്റ് മീൻസ് ഇതും കൂടി ആഡ് ചെയ്താൽ നിങ്ങൾക്ക് കൊടുത്ത വോൾട്ടേജ് കിട്ടും. അപ്പോൾ ഇതാണ് പഠിക്കേണ്ടത്. സീരീസ് കണക്ഷനിൽ കറണ്ട് പാസിംഗ് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓർ വോൾട്ടേജ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് എന്നൊക്കെ പറയാറുണ്ട്. അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇതാണ് സീരീസിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മൾ കൊടുത്ത വോൾട്ടേജ് എത്രയാണ്? V = ആണ് നിങ്ങൾ കൊടുത്തത്. അതിപ്പോൾ എത്രയായിട്ട് ഡിവൈഡ് ചെയ്ത്? 3 റെസിസ്റ്റർ വന്നാൽ 3 ആവും, 2 ആണെങ്കിൽ 2 ആയിരിക്കും, N ആണെങ്കിൽ N ടൈംസ് ആയിരിക്കും. അപ്പോൾ V = എന്ത് ചെയ്യുക? V1 + V2 + V3 എന്ന് എഴുതാം, ശരിയല്ലേ? കാരണം നിങ്ങൾ കൊടുത്ത വോൾട്ടേജ് V ആണ്, ഇവിടെ V1 പോയി, ഇവിടെ V2 പോയി, ഇവിടെ V3 പോയി. ആ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ V1 + V2 + V3. ഇനി ഓംസ് ലോ പ്രകാരം നമുക്ക് എന്താ എഴുതാം? ഓംസ് ലോ പ്രകാരം V = എന്താണ്? IR അല്ലേ? V = IR. അപ്പോൾ ഞാൻ Vക്ക് വരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. IR = ഇവിടെ എന്ത് വരും? IR1 ആണ് വരിക. കാരണം എന്താ സംഭവിക്കുക? കാരണം ഇവിടുത്തെ V1 ഇവിടെ R1 ആണ്, വോൾട്ടേജ് V1 ആണ്, പക്ഷെ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണ്. കാരണം ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും I ആണ്, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും I ആണ്, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടും I ആണ്, പക്ഷെ റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ IR1 പ്ലസ് അടുത്തെന്ത് വരും? IR2 പ്ലസ് IR3 വരും, ശരിയല്ലേ? കാരണം സീരീസ് ആവുമ്പോൾ നമ്മൾ കൊടുത്ത കറണ്ടിനെയാണ് എല്ലാത്തിലൂടെയും പാസ് ചെയ്യുക. കറണ്ട് സെയിം ആണ്, റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. പിന്നെ ഇതെല്ലാം കൂടി ചേർന്നായതുകൊണ്ട് R⁻S എന്ന് എഴുതി, സീരീസ് ആണെന്ന് മനസ്സിലാക്കാൻ, ശരിയല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? IRS = I കോമൺ അല്ലേ? R1 + R2 + R3, ശരിയല്ലേ? അല്ല I ക്യാൻസൽ ആവും. അപ്പോൾ എന്ത് കിട്ടും? RS ഈസ് നത്തിങ് ബട്ട് = R1 + R2 + R3. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ 3 റെസിസ്റ്റേഴ്സ് നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാൻ ഓരോ റെസിസ്റ്റേഴ്സും ആഡ് ചെയ്താൽ മതി. RS = R1 + R2 + R3, ശരിയല്ലേ? പിന്നെ ഈ റിസൾട്ടാണ് പഠിക്കേണ്ട. ഓരോന്നുകൂടിയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും, ഓരോ റെസിസ്റ്ററോടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം, ഇതിലൂടെയുള്ള കറണ്ട് സെയിം, ഓരോ റെസിസ്റ്ററോടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം. ആര് ഡിഫറെൻ്റ് ആയിരിക്കും? ഓരോന്നിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് ഡിഫറെൻറ്റ്. അപ്പോൾ ടോട്ടൽ വോൾട്ടേജ് V = V1 + V2 + V3. ഓംസ് ലോ പ്രകാരം V IR, ഇത് IR1. കാരണം എല്ലാത്തിനും കറണ്ട് സെയിം ആവുള്ള കാരണം കറണ്ട് സെയിം ആണ് ഓരോന്നിലൂടെയും പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സീരീസ് ആയ കാരണമാണ് RS. അപ്പോൾ RS = എന്ത് കിട്ടി? R1 + R2 + R3 കിട്ടി. ക്ലിയർ? ഇനി നമ്മൾ ഇതിൽ തന്നെ നിങ്ങൾ വിചാരിക്കുക N റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. N റെസിസ്റ്റേഴ്സ് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? RS = എന്ത് വരും? R1 + R2 + R3 up to Rn വരും, ശരിയല്ലേ? അപ്പോൾ N റെസിസ്റ്റേഴ്സ് നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് RS = എന്ത് വരും? R1 + R2 + R3 up to Rn വരും. ക്ലിയർ? ഇനി അടുത്ത ഞാൻ പറയുന്നത് N ഐഡന്റിക്കൽ റെസിസ്റ്റൻസ്.
ശ്രദ്ധിക്കുക, n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ്. അപ്പൊ n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് എന്നാൽ ഓരോരുത്തരുടെ വാല്യൂ സെയിം ആണ്. ഈ R1 R2 R3 എടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം R ആണ് അല്ലേ. അപ്പൊ എന്താ കിട്ടുക? RS ഈക്വൽ ടു R പ്ലസ് R ഇങ്ങനെ പോകും. സോ ദാറ്റ് മീൻസ് ആൻസർ എന്ത് കിട്ടും? RS ഈക്വൽ ടു NR വരും. ശരിയല്ലേ? അപ്പൊ ശ്രദ്ധിക്കുക, 3 റെസിസ്റ്റേഴ്സ് നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് കഴിഞ്ഞാൽ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് R1 പ്ലസ് R2 പ്ലസ് R3 വരും. n റെസിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ RS is equal to R1 പ്ലസ് R2 പ്ലസ് R3 അപ് ടു Rn വരും. ഇനി n ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിൽ RS is equal to NR വരും. ക്ലിയർ? ഇതാണ് റെസിസ്റ്റേഴ്സിന് എന്ത് കോമ്പിനേഷൻ? സീരീസ് കോമ്പിനേഷൻ. ഇനി അടുത്ത ഞാൻ രണ്ടാമത് ചെയ്യാൻ പോകുന്നത് പാരലൽ കോമ്പിനേഷൻ ആണ്. പാരലൽ കോമ്പിനേഷൻ. അപ്പോൾ റെസിസ്റ്റേഴ്സിന്റെ സീരീസ് കോമ്പിനേഷൻ നമ്മൾ പറഞ്ഞു. സീരീസ് ആകുമ്പോൾ കറണ്ട് സെയിം ആയിരിക്കും, വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കും. നേരെ തിരിച്ചാണ് ഏത് കണക്ഷനിൽ വരിക? പാരലൽ. ഇനി ഈ 3 റെസിസ്റ്റേഴ്സ്, ഈ R1 R2 R3 ഞാൻ പാരലൽ ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു. പാരലൽ എന്ന് പറയുമ്പോൾ ഇതാണ് പാരലൽ കണക്ഷൻ. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് കണക്ഷൻ എന്ന് പറയാം? പാരലൽ. 3 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇയാളെ വാല്യൂ R1, ഇയാളെ വാല്യൂ R2, ഇയാളെ വാല്യൂ R3. ക്ലിയർ? ഈ 3 റെസിസ്റ്റേഴ്സ് നമ്മൾ ഒന്നിന് ഇങ്ങനെ കണക്ട് ചെയ്യുക. ഇതിന് നമ്മൾ എന്ത് കണക്ഷൻ എന്ന് പറയാം? പാരലൽ കണക്ഷൻ. എന്നിട്ട് അതൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തു. ആ വോൾട്ടേജ് ആണ് V. ക്ലിയർ? ഇപ്പോൾ ഈ സർക്യൂട്ട് ക്ലോസ് കഴിഞ്ഞാൽ ഈ ബാറ്ററി I കറണ്ട് കൊടുക്കുന്നതായിരിക്കാം. ക്ലിയർ? ഈ ബാറ്ററി I കറണ്ട് കൊടുക്കും. അപ്പോൾ ആ കറണ്ട് ഇവിടെ എത്തിയില്ലേ? ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കറണ്ടിന് പോകാൻ ഇപ്പോൾ എത്ര പാത്തുണ്ട്? 3 പാത്തില്ലേ? അപ്പോൾ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യുമല്ലേ? കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും. അപ്പോൾ ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I1 വരും. ക്ലിയർ? ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I2 വരും. ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് I3 വരും. ക്ലിയർ? അപ്പോൾ നമ്മൾ ടോട്ടലി ഈ ബാറ്ററി കൊടുക്കുന്ന കറണ്ട് I ആണ്. അത് ഇവിടെ എത്തിയപ്പോൾ സ്പ്ലിറ്റ് ചെയ്തു. I1 കറണ്ട് ഇതിലൂടെ പോയി, I2 ഇതിലൂടെ, I3 ഇതിലൂടെ. ദാറ്റ് മീൻസ് ഈ ജംഗ്ഷനിൽ എത്ര തന്നെ വരും? മുകളിൽ നിന്ന് I1 എത്തി, ഇവിടുന്ന് I2 എത്തി, ഇവിടുന്ന് I3 എത്തി. എഗെയിൻ നിങ്ങൾക്ക് തിരിച്ചെത്ര തന്നെ കിട്ടും? I. അപ്പോഴല്ലേ സർക്യൂട്ട് ക്ലോസ്ഡ് ആവുക. കാരണം ഇവിടുന്ന് തുടങ്ങിയിട്ട് തിരിച്ചിവിടെത്തണ്ടേ? നമ്മൾ കൊടുത്ത കറണ്ട് തന്നെ കിട്ടി. ക്ലിയർ? അപ്പോൾ എന്താണ് കൺക്ലൂഷൻ? ഓരോന്നിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആണോ ഡിഫറെൻ്റ് ആണോ? ഇവിടെ കറണ്ട് സെയിം ആയിരുന്നു. ഇവിടെ എന്താ സംഭവിക്കുക? കറണ്ട്, ഫസ്റ്റ് പോയിന്റ് എന്താണ്? കറണ്ട് ത്രൂ ഈച്ച് റെസിസ്റ്റർ ഈസ് ഡിഫറെൻറ്റ്. ശരിയല്ലേ? അപ്പോൾ ആദ്യത്താണ് പഠിക്കേണ്ടത്. ഓരോ റെസിസ്റ്ററിലൂടെയും പാരലൽ ആയി കഴിഞ്ഞാൽ ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷെ ആര് സെയിം ആയിരിക്കും? വോൾട്ടേജ് ബാർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം ആയിരിക്കും. കാരണം ഓരോന്നിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് സെയിം ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നിങ്ങൾ വോൾട്ടേജ് നോക്കണമെങ്കിൽ ഇതാണ് ഒരു പോയിന്റ്, ഇതാണ് പോയിന്റ്. ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മളൊരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ R1ൻ്റെയും R2ൻ്റെയും R3ൻ്റെയും ഒക്കെ കോമൺ ടെർമിനൽ ഇവിടെയാണ്. അതേപോലെ എല്ലാവരും ഇപ്പുറത്തെ ടെർമിനൽ ഇവിടെയാണ്. ദാറ്റ് മീൻസ് നമുക്ക് 3 വോൾട്ട് മീറ്റർ ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെക്കണം, ഇവിടെ ഒരു വോൾട്ട് മീറ്റർ, ഇവിടെ വോൾട്ട് മീറ്റർ. അതുകൊണ്ടാണ് വോൾട്ടേജ് ഡിഫറൻറ്റ്. ഇവിടെ എല്ലാവരുടെ ടെർമിനലും കോമൺ ആണ്. ഇവിടെ ഈ ടെർമിനൽ ഇങ്ങോട്ട് കോമൺ. അപ്പോൾ ഒറ്റ വോൾട്ട് മീറ്റർ വെച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ആര് സെയിം ആയിരിക്കും? വോൾട്ടേജ് ബാർ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് റെസിസ്റ്റർ ഈസ് സെയിം. കറണ്ട് ഡിഫറൻറ്റ്. ഇനി നമുക്കറിയാം നമ്മൾ കൊടുത്ത കറണ്ട് എത്രയാണ്? I എന്ന് പറഞ്ഞ കറണ്ടാണ് നമ്മൾ കൊടുത്തത്. അതിപ്പോൾ എത്രയായിട്ട് സ്പ്ലിറ്റ് ചെയ്തു? 3 ബ്രാഞ്ചിൽ സ്പ്ലിറ്റ് ആയി. അപ്പോൾ I is equal to I1 പ്ലസ് I2 പ്ലസ് I3. കാരണം I1 പ്ലസ് I2 പ്ലസ് I3 ചേർത്തിട്ടാണ് വീണ്ടും I കിട്ടിയത് അല്ലേ? അപ്പോൾ I is equal I1 പ്ലസ് I2 പ്ലസ് I3. ഓംസ് ലോ പ്രകാരം I എന്താണ്? ഓംസ് ലോ പ്രകാരം I is equal എന്താണ്? V/R ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പക്ഷെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എല്ലാത്തിലുള്ള ആര് സെയിം ആണ്? വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ V1 V2 V3 വരില്ല. വോൾട്ടേജ് സെയിം ആണ്. ക്ലിയർ? അപ്പോൾ Iക്ക് വരെ എന്താ എഴുതാം? V/R ഈക്വൽ ടു V/R1. V1/R1 ആവശ്യമില്ല, കാരണം വോൾട്ടേജ് എല്ലാത്തിലും എന്താണ്? സെയിം ആണ്. അപ്പോൾ V/R1 പ്ലസ് V/R2 പ്ലസ് V/R3. അപ്പോൾ എല്ലാത്തിലുള്ള വോൾട്ടേജ് എന്താണ്? സെയിം ആണ്. ഇത് പാരലാന്ന് മനസ്സിലാക്കാൻ RP എടുക്കുക അല്ലേ? പാരലൽ. അപ്പോൾ എല്ലാത്തിലും ഈ V നമുക്ക് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ എല്ലാ Vയും ക്യാൻസൽ ആവില്ലേ? അപ്പോൾ ആൻസർ എന്ത് കിട്ടും? 1/RP
ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ശ്രദ്ധിക്കുക, 3 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ് എന്ന് പറയാറുണ്ട്. അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 1/Rp is equal to 1/R1 plus 1/R2 plus 1/R3. ക്ലിയർ? പക്ഷെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, സീരീസ് ആണെങ്കിൽ ഒരു കുഴപ്പമില്ല, നേരിട്ട് അങ്ങോട്ട് ആഡ് ചെയ്താൽ മതി. പക്ഷെ പാരലൽ ആകുമ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് 1/Rp ആണ് കിട്ടുക ഇക്വേഷൻ വെച്ച് ചെയ്യുമ്പോൾ. പക്ഷെ നമുക്ക് വേണ്ടത് 1/Rp ആണോ RP ആണോ? നമുക്ക് വേണ്ടത് RP ആണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ റെസിപ്രോക്കൽ അവസാനം എടുക്കേണ്ടി വരും. ശരിയല്ലേ? ഇനി ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാണ്? N റെസിസ്റ്റേഴ്സ് വയ്ക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? N റെസിസ്റ്റേഴ്സിന് എന്ത് സംഭവിക്കും? 1/Rp ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 അപ് ടു 1/Rn വരും. ക്ലിയർ? N റെസിസ്റ്റേഴ്സ് നിങ്ങളെ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 1/Rp ഈസ് ഈക്വൽ 1/R1 പ്ലസ് 1/R2 അപ് ടു 1/Rn. ഇനി N ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് ആണെങ്കിലോ? N ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സ് അപ്പോൾ എന്താ കിട്ടുക? ഐഡന്റിക്കൽ ആണെങ്കിൽ ഓരോരുത്തരുടെ വാല്യൂ സെയിം. 1/Rp ഈസ് ഈക്വൽ ടു 1/R പ്ലസ് 1/R ഇങ്ങനെ പോകും അല്ലേ? 1/R പ്ലസ് 1/R പ്ലസ് ഈക്വൽ എന്ത് കിട്ടും? N/R കിട്ടൂലേ? അല്ലേ? കാരണം 1/R പ്ലസ് 1/R ഇങ്ങനെ പോയാൽ N/R ആവും. പക്ഷെ നമുക്ക് വേണ്ടത് 1/Rp ആണോ RP ആണോ? കാരണം ഇക്വേഷൻ ഇങ്ങനെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1/Rp ആണോ RP ആണോ? നമുക്ക് കണ്ടുപിടിക്കേണ്ട RP ആണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. RP ഈസ് ഈക്വൽ ടു R/N വരും. ക്ലിയർ? അപ്പോൾ ഇതാണ് പാരലൽ കണക്ഷൻ. മനസ്സിലായിട്ടോ? അപ്പോൾ ശ്രദ്ധിക്കുക, സീരീസ് ആകുമ്പോൾ RSSൽ N ടൈംസ് കൂടും. ഇത് എന്ത് ചെയ്യണം? R/, കുറയ്ക്കണം. അപ്പോൾ എന്താണ് കൺക്ലൂഷൻ? സീരീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കും? എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും. ഇപ്പം N ഐഡന്റിക്കൽ റെസിസ്റ്റേഴ്സിനെങ്കിൽ N ടൈംസ് കൂടിയിട്ടുണ്ടാവും റെസിസ്റ്റൻസ്. പക്ഷെ പാരലായിട്ട് കണക്ട് ചെയ്താൽ ബൈ N ടൈംസ് അത് കുറഞ്ഞിട്ടുണ്ടാവും. കാരണം R/10 ഉണ്ടാവുള്ളൂ. ക്ലിയർ? ഇനി പാരലൽ നമ്മൾ ഒരു കേസും കൂടി പഠിക്കണം. 2 റെസിസ്റ്റേഴ്സ്, അത് പലപ്പോഴും വരുന്നതാണ് ശരിക്കും. ഈ 2 റെസിസ്റ്റേഴ്സ്, 2 റെസിസ്റ്റേഴ്സ് പാരലൽ, അത് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. 2 റെസിസ്റ്റേഴ്സ് പാരലൽ ആകുമ്പോൾ അപ്പോൾ ഈ 2 റെസിസ്റ്റേഴ്സ് പാരലൽ എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുക? 1/Rp ഈക്വൽ ടു എന്താണ്? 1/R1 പ്ലസ് 1/R2. നമ്മൾ എന്ത് ചെയ്യുക? ഇതിന് LCM എടുക്കുക. LCM എടുത്തിട്ട് റെസിപ്രോക്കൽ എടുക്കുക. അപ്പോൾ അവസാന ആൻസർ എന്താ കിട്ടുക? RP ഈസ് ഈക്വൽ ടു R1/R2 ഡിവൈഡിങ് ബൈ R1 പ്ലസ് R2. അപ്പോൾ ഈ ഫോമിൽ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ പല ക്വസ്റ്റ്യനും 2 എണ്ണം പാരലൽ ആയിരിക്കും. 2 എണ്ണം പാരലൽ ആണെങ്കിൽ നിങ്ങൾ ഈ റെസിപ്രോക്കൽ ഒന്നും കണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നമുക്ക് ആൻസർ തന്നെയാണ് കിട്ടുക, റെസിപ്രോക്കലൊക്കെ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ആൻസർ പഠിച്ചാൽ മതി. 2 റെസിസ്റ്റേഴ്സ് പാരലൽ ആവണമെങ്കിൽ RP ഈസ് R1 R2 ഡിവൈഡിങ് ബൈ R1 പ്ലസ് R2. 3 അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഈ ഫോമിൽ ഉപയോഗിക്കുക. അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ സർക്യൂട്ട് ഡയഗ്രം വരുമ്പോൾ ശ്രദ്ധിക്കുക, റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ആ റെസിസ്റ്ററിലൂടെയൊക്കെ പാസ് ചെയ്യുന്ന കറണ്ട് സെയിം ആയിരിക്കും. പക്ഷെ ഓരോന്നിൻ്റെ ഇടയ്ക്കുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്തായിരിക്കും? ഡിഫറെൻ്റ് ആയിരിക്കും, വോൾട്ടേജ്. പക്ഷേ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓരോ റെസിസ്റ്ററിലൂടെയും പാസ് ചെയ്യുന്ന കറണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ അവർക്കിടയിലുള്ള വോൾട്ടേജ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ ഇതാണ് സീരീസും പാരലും പഠിക്കണം, എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യനാണ്. ഇനി ഞാൻ കുറച്ച് സീരീസിൻ്റെയും പാരലിൻ്റെയും ജസ്റ്റ് നമുക്ക് 1-2 എക്സാമ്പിൾസ് ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഇപ്പം 3 റെസിസ്റ്റേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 3 റെസിസ്റ്റേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം? 5 ohm, 10 ohm, 15 ohm ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ 3 റെസിസ്റ്റേഴ്സ് നിങ്ങൾ എന്ത് ചെയ്തു? ആദ്യം നിങ്ങൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു വിചാരിക്കുക. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 5 + 5 + 5 വരും അല്ലേ? ആൻസർ എന്ത് കിട്ടും? സോറി, സീരീസ് ആയിട്ട് ആദ്യം കണക്ട് ചെയ്യുക. സീരീസ് ആകുമ്പോൾ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ആഡ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 5 + 10 + 15 എന്ത് കിട്ടും? 30 കിട്ടും അല്ലേ? 30 ohm വരും. ശരിയല്ലേ? ഇനി അടുത്ത ഇതേ റെസിസ്റ്റേഴ്സ് നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുക. പാരലൽ ആകുമ്പോൾ എന്താ ചെയ്യുക? 1/Rp അല്ലേ? ഈക്വൽ ടു 1/5 + 1/10 + 1/15 വരും. ശരിയല്ലേ? 1/5 + 1/10 + 1/15 വരും. ക്ലിയർ?
അപ്പോൾ നമ്മളിത് എങ്ങനെ സോൾവ് ചെയ്യുക? നമ്മളിതിൻ്റെ LCM വേണ്ടി വരും. സോ 1/RP ഈസ് ഈക്വൽ ടു എങ്ങനെ LCM വരിക? 5, 10, 15 അല്ലേ? നമുക്ക് 5 ടൈംസ് ചെയ്യുക. 1, 2, 3 അല്ലേ? 1, 2, 3. അപ്പോൾ LCM എത്ര വരിക? 2 × 3 6, 6 × 5 30 അല്ലേ ഒരു LCM. അപ്പോൾ ഇതിൻ്റെ LCM 30 വരും അല്ലേ? 30 ആണ് LCM വരിക. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/RP ഈസ് ഈക്വൽ ടു 30 LCM അല്ലേ? അപ്പോൾ 30 ആവാൻ 5ന് എത്രയായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? 6. 6 × 5 അല്ലേ 30. അപ്പോൾ 6 പ്ലസ് 10ന് 3, 10 × 3 പ്ലസ് 2 ശരിയല്ലേ? അപ്പോൾ എന്താ കിട്ടുക? 11/30 വരും. ക്ലിയർ? 11/30 അല്ലേ? പക്ഷെ നമുക്ക് വേണ്ട 1/RP ആണ്, RP ആണോ? നമുക്ക് വേണ്ടത് RP ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കണം. RP ഈസ് ഈക്വൽ ടു 30/11 വരും. 30/11 ക്ലിയർ? ഇനി അടുത്തത് കോമ്പിനേഷൻ എങ്ങനെ വെച്ചാൽ ഇതേ 3 റെസിസ്റ്റേഴ്സിന് ആദ്യം സീരീസ് പാരലൽ. ഇനി അടുത്ത കേസിൽ ഞാൻ ചെയ്ത് ഇങ്ങനെ തന്നെയായിരിക്കാം. ഇങ്ങനെ എഴുതുന്നതായിരിക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഓൾറെഡി ഇയാളെ വാല്യൂ 5 ആണെന്നായിരിക്കാം. ഇയാളെ വാല്യൂ 5, ഇയാളെ വാല്യൂ 15, ഇയാളെ വാല്യൂ 30. ക്ലിയർ? അപ്പോൾ ആദ്യം നമ്മൾ നോക്കുക, നമുക്ക് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ ഈ 2 പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കുന്നത്. എൻ്റെയും ബിൻ്റെയും ഇടയ്ക്കുള്ള റെസിസ്റ്റൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഈ 15ഉം 30 എങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? പാരലാണ്. പാരലാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക? ഇവരെ കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി എന്താണ്? RP ഈസ് ഈക്വൽ ടു R1 R2 ഡിവൈഡിങ് ബൈ R1 + R2 അല്ലേ? കാരണം ഈ 15ഉം 30ഉം പാരലാണ്. അപ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് പിന്നെ ഇങ്ങനെ എടുക്കുക. കാരണം ഇത് 3 റെസിസ്റ്റൻസ് വന്ന കാരണം ഞാൻ റെസിപ്രോക്കലൊക്കെ എടുത്ത്. ഇത് നമുക്ക് 2 വന്നു കഴിഞ്ഞാൽ നേരിട്ട് ചെയ്യാൻ പറ്റും. R1 R2 അപ്പോൾ എന്ത് വരും? 30 × 15 ഡിവൈഡിങ് ബൈ 30 + 15. 30 + 15 എത്ര വരും? 45 വരും. ക്ലിയർ? ആ 45 വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വരുമ്പോൾ എന്ത് വരും? ഇത് ക്യാൻസൽ ചെയ്യാം. എത്ര ടൈംസ് ക്യാൻസൽ ചെയ്യാം? 15 നോക്കുമ്പോൾ എത്ര വരും? 3 വരില്ലേ? ശരിയല്ലേ? കാരണം 15 ടൈംസ് 15 1 15 × 3 അല്ലേ 45. അപ്പോൾ അവസാനത്ത് 10 വരും അല്ലെ? 3 10 ഓം കിട്ടി. ശരിയല്ലേ? ഇനി ഈ 10 ഓം ഈ 5 ഓം പിന്നെ ഈ ചിത്രപ്പം എത്ര ഉണ്ടാവുള്ളൂ? ഇതൊരു റെസിസ്റ്റർ, ഇതൊരു റെസിസ്റ്റർ. ഇത് എയും ഇത് ബിയും. ശരിയല്ലേ? അപ്പോൾ ഇയാളെ വാല്യൂ 5, അയാൾ 10 ആയി. 2 അപ്പോൾ 10 + 5 ആൻസർ എന്ത് കിട്ടും? 15 ഓം. കാരണം ഇവ 2 സീരീസ് ആണ്. R1 + R2 വരും. ക്ലിയർ? പിന്നെ അതേപോലെ അടുത്തൊരു എക്സാമ്പിൾ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇത് 2 ഓം ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട് 3 ഓം, 3 ഓം, എഗെയിൻ 3 ഓം ആണെന്ന് വിചാരിക്കുക. ക്ലിയർ? ഇനി അതിന് ശേഷം ഇവിടെ 2 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ഇത് 4 ഓം, ഇത് 4 ഓം. ക്ലിയർ? ഇനി അതിന് ശേഷം ഇത് ഒരു ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. ബാറ്ററി ഒരു 20 വോൾട്ട് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് കണ്ടുപിടിക്കണം. ക്ലിയർ? അപ്പോൾ കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് I ആണ് കണ്ടുപിടിക്കേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എഗെയിൻ ഓം സ്റ്റോൺ അപ്ലൈ ചെയ്യേണ്ടത് I = V/R ആണ്. അപ്പോൾ ആദ്യം നിങ്ങൾ R ഇക്വലന്റ് കണ്ടുപിടിക്കണം. ഈ R ഇക്വലന്റ് എന്ന് പറഞ്ഞാൽ R ടോട്ടൽ അല്ലെങ്കിൽ R ഇക്വലന്റ് അല്ലെങ്കിൽ R എഫക്റ്റീവ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? ചിലപ്പോൾ R ഇക്വലന്റ് പറയാറുണ്ട്, ചിലപ്പോൾ R എഫക്റ്റീവ് ടോട്ടൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? ഈ 4ഉം 4ഉം സോൾവ് ചെയ്യുക. ഈ 4ഉം 4ഉം കണക്ട് ചെയ്ത് എങ്ങനെയാണ്? പാരലാണ്. റിയൽ ആൻസർ എന്ത് വരും? 4 × 4 ഡിവൈഡിങ് ബൈ 4 + 4. ശരിയല്ലേ? കാരണം 2 റെസിസ്റ്റേഴ്സ് പാരലായിട്ട് കണക്ട് ചെയ്താൽ R1 R2 ഡിവൈഡിങ് ബൈ R1 + R2. 4 × 4 16, 16/8. 16/8 എത്ര വരും? 2 വരും അല്ലേ? അപ്പോൾ ഇവരെ കൂടി ചേർന്നിട്ട് 2 ഓം ആയി. ശരിയല്ലേ? ഇനി അടുത്ത നിങ്ങൾ ഇവരെ 3 സോൾവ് ചെയ്യാം. ഇവർ 3 എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? 3 പാരലാണ്. അപ്പോൾ എന്തോ ഒരു ആൻസർ 1/3 + 1/3 + 1/3 = 1/R അല്ലേ? റെസിപ്രോക്കൽ അല്ലേ നോക്കട്ടെ?
അപ്പോൾ എത്ര കിട്ടും? 1/r ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 3/3 വരും. 3/3 എന്ന് പറയുമ്പോൾ 1 ohm കിട്ടും. ക്ലിയർ? സോറി, 3/3 അല്ലേ? 3/3 വരും, 1 ohm. നമുക്കറിയാം നമുക്ക് വേണ്ടത് 6 ആണ്. അപ്പോൾ റെസിപ്രോക്കൽ എടുത്താൽ എത്ര തന്നെ ആൻസർ കിട്ടുക? 1 ohm തന്നെ വരിക. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്നിട്ട് 1 ohm ആയി. ഇനി ചിത്രത്തിൽ ആരേ ബാക്കിയുള്ളൂ? ചിത്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം എന്ത് സംഭവിക്കും? ഇവിടെ 20 വോൾട്ട് ഉണ്ട് അല്ലേ? ഇവിടെ 20 വോൾട്ട് ഉണ്ട്. ഇതാണ് കണ്ടുപിടിക്കേണ്ട കറണ്ട് അല്ലേ? ഇപ്പം ചിത്രത്രേ ഉണ്ടാവുള്ളൂ. 20 വോൾട്ട് നമുക്ക് കറണ്ട് കണ്ടുപിടിക്കേണ്ട കറണ്ട് I ഇത്. ഇപ്പം ഇയാളെ റെസിസ്റ്റൻസ് ഓൾറെഡി ക്വസ്റ്റ് തന്നിട്ട് 2 ആണ്. ഇത് 2 ohm. ഇതൊക്കെ കൂടി സോൾവ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടി? 1 ohm കിട്ടി. ക്ലിയർ? ഇനി ആ മൂന്നാമത്തെ സോൾവ് ചെയ്താൽ നമുക്ക് എത്രയും കിട്ടി? 2 കിട്ടി. ക്ലിയർ? അപ്പോൾ അതൊക്കെ കൂടെ ഇനി ഇവർ മൂന്നാളും എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്? ഇവർ മൂന്നാളും സീരീസ് ആണ്. സീരീസ് ആകുമ്പോൾ ടോട്ടൽ റെസിസ്റ്റൻസ് എത്ര വരും? 2 + 1 + 2 എത്ര കിട്ടും? 5 ohm അല്ലേ? അപ്പോൾ നമുക്ക് R എഫക്റ്റീവ് കിട്ടി, അല്ലെങ്കിൽ R ഇക്വലന്റ് കിട്ടി. എത്രയാണ്? ഈ സർക്യൂട്ടിന്റെ മൊത്തം റെസിസ്റ്റൻസ് 5 ohm കിട്ടി. ക്ലിയർ? അപ്പോൾ ഇനി കറണ്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ I = V/R. വോൾട്ടേജ് എത്രയാണ് കൊടുത്തുള്ളത്? 20 ഡിവൈഡിങ് ബൈ റെസിസ്റ്റൻസ് 5. അപ്പോൾ എത്ര ആംപിയർ കിട്ടും? ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 4 ആംപിയർ കിട്ടും. ക്ലിയർ? പക്ഷെ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 4 ആംപിയർ ആയിരിക്കും. പക്ഷെ ഇതിലൂടെ ഓരോന്നിലൂടെയും 4 ആംപിയർ അല്ല. ഈ 4 ആംപിയർ ഇവർ മൂന്നാണ് ഡിവൈഡ് ചെയ്തെടുക്കും. അതേപോലെ ഇവിടെയും ഈ 4 ആംപിയർ ഒരേപോലെ ഡിവൈഡ് ചെയ്തെടുക്കും. ദാറ്റ് മീൻസ് ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എത്രയ്ക്ക്? ഇവിടെ ശരിക്കും 4 ആംപിയർ എത്തും അല്ലേ? അപ്പോൾ ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ ആയിരിക്കും, ഇതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് 2 ആംപിയർ ആയിരിക്കും. കാരണം രണ്ട് റെസിസ്റ്റൻസ് സെയിം ആണെങ്കിൽ നിങ്ങൾ കൊടുത്ത കറണ്ട് ഈക്വലി ഡിവൈഡ് ചെയ്തെടുക്കും. ശരിയല്ലേ? നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ക്ലിയർ ആവും.